Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. കേരയിൽ വന്നാലും വന്നില്ലെങ്കിലും അങ്കമാലിയിൽ ബീവറേജസ് വരും കേട്ടോ. ഭരണകക്ഷിക്ക് കോടികൾ സംഭാവന നൽകി ബാറുടമകൾ നടത്തുന്ന പാരവയ്പ് ഫലം കാണാനിടയില്ല. അങ്കമാലിയിലെ ചത്തുകിടക്കുന്ന പൊതുമാർക്കറ്റിന് ജീവൻ പകരാൻ ബീവറേജസ് വരണം എന്ന അഭിപ്രായമുള്ളവരാണ് ഈ ഭാഗത്തെ ചെറുകിട വ്യാപാരികളും. അങ്കമാലിയിൽ ഒരു ബീവറേജസ് ഔട്ട്ലെറ്റ് എന്നത് മദ്യപിക്കുന്നവരുടെ ചിരകാല അഭിലാഷമാണ്. നഗരസഭ പൊതുമാർക്കറ്റിൽ നഗരസഭയുടെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് അവസാനമായി ബീവറേജസ് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നത്. 2017 ദേശീയ സംസ്ഥാന പാതകളിലെ മദ്യവിൽപ്പന സംബന്ധിച്ച കോടതി വിധിയെ തുടർന്ന് അങ്കമാലി ബീവറേജസിന് പൂട്ടുവീണു. അങ്കമാലിയിലെ ബീവറേജസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് അടുത്തേക്ക് മാറ്റി. കാലടിയിലുണ്ടായിരുന്ന ബീവറേജസ് ഔട്ട്ലെറ്റ് മഞ്ഞപ്രയിലേക്കും മാറ്റപ്പെട്ടു. നിരോധനം നീങ്ങിയിട്ടും അങ്കമാലിക്കും കാലടിക്കുമുണ്ടായ നഷ്ടം നികത്തപ്പെട്ടില്ല. സർക്കാർ നിരക്കിൽ മദ്യം കിട്ടണമെങ്കിൽ മഞ്ഞപ്രയിലേക്കോ അത്താണി കോട്ടായിയിൽ പുതിയതായി തുടങ്ങിയ ബീവറേജിലേക്കോ ആലുവയിലേക്കോ കൊരട്ടിയിലേക്കോ ഒക്കെ വണ്ടി കയറേണ്ട ഗതികേടിലായി അങ്കമാലിക്കാർ. അങ്കമാലിയിലെ ബാർ മുതലാളിമാർക്ക് ഇത് നല്ല കാലവുമായി. അങ്കമാലി സെൻട്രൽ ജംഗ്ഷന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ 6 ബാറുകളുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് വലിയ വില കൊടുത്ത് മദ്യം വാങ്ങി കുടിച്ച് ദാഹമകറ്റേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ബാറുകളിൽ പെഗ് അളവിൽ മദ്യം വാങ്ങുന്നവരെ ചില വിരുദ്ധന്മാർ വെള്ളം ചേർത്ത് പറ്റിക്കുന്നതായും പരാതിയുണ്ട്. മദ്യപർ അനുഭവിക്കുന്ന ദുരിതവും കൊള്ളയടിയും മനസ്സിലാക്കി അങ്കമാലി പട്ടണത്തിൽ ഉടൻ തന്നെ ബീവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യവും ചിലർ ഉയർത്തുന്നുണ്ട്. ഇവരുടെ ആവലാതി വൈകാതെ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. പഴയ ബീവറേജസ് ഔട്ട്ലെറ്റ് നിലനിന്നിരുന്ന നഗരസഭാ മാർക്കറ്റിൽ തന്നെയാകും പുതിയ ഔട്ട്ലെറ്റ് വരിക. ഇതിനുള്ള നടപടിക്രമങ്ങളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത്. അങ്കമാലിയിൽ നടന്ന നവകേരള സദസ്സിൽ എക്സൈസ് മന്ത്രിക്ക് ഈ ആവശ്യം ഉന്നയിച്ച് കത്ത് ലഭിച്ചിരുന്നു. തുടർന്ന് അങ്കമാലിയിൽ ഔട്ട്ലെറ്റിന് ബീവറേജസ് കോർപ്പറേഷൻ പച്ചക്കൊടി കാട്ടുകയും ചെയ്തു. ഇതിന് ഇടങ്കോലിടാൻ ബാർ മുതലാളിമാരും ശ്രമം തുടങ്ങി. വർഷാവർഷം സർക്കാരിന് ലക്ഷങ്ങൾ നൽകി തങ്ങൾ നടത്തുന്ന ബാർ വ്യവസായത്തെ തകർക്കാൻ ബാറുകൾക്ക് സമീപം ബീവറേജസ് ഔട്ട്ലെറ്റ് തുറന്ന് സർക്കാർ തന്നെ ശ്രമിക്കരുത് എന്നാണ് ബാർ ഉടമകൾ പറയുന്നത്. ഇത് അങ്കമാലിയെ സംബന്ധിച്ച് മാത്രമല്ല, കേരളമൊട്ടാകെ ഇതാണ് നിലപാടെന്നും ബാർ ഉടമകൾ വ്യക്തമാക്കുന്നു. അങ്കമാലിയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കരുതെന്നാവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി അങ്കമാലിയിലെത്തിയപ്പോൾ ബാർ ഉടമകൾ നിവേദനം നൽകുകയും ചെയ്തു. ഇതിനിടെയാണ് പുരകത്തുമ്പോൾ വാഴ വെട്ടാൻ അങ്കമാലി നഗരസഭാ ഭരണസമിതിയും ശ്രമം നടത്തുന്നത്. പൊതുമാർക്കറ്റിലെ നഗരസഭാ കെട്ടിടം വാടകയ്ക്ക് നൽകുന്നതിന് ഭീമമായ വാടക ബീവറേജസ് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നഗരസഭ. ഇതേ സ്ഥലത്ത് നേരത്തെ ബീവറേജസ് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നപ്പോൾ 2000 സ്ക്വയർ ഫീറ്റിന് 27,000 രൂപയാണ് നഗരസഭയ്ക്ക് വാടകയായി ലഭിച്ചിരുന്നത്. ഇത് 50,000 രൂപയാക്കി ഉയർത്തണമെന്നാണ് നഗരസഭയുടെ ഇപ്പോഴത്തെ ആവശ്യം. ഈ ആവശ്യം ബെവ്കോ അംഗീകരിച്ചിട്ടില്ല. ബീവറേജസ് കോർപ്പറേഷനോട് വാടക കൂട്ടിച്ചോദിച്ച് ഔട്ട്ലെറ്റ് നീക്കം അട്ടിമറിക്കാൻ ബാർ ഉടമകൾ നഗരസഭയിൽ സമ്മർദ്ദം ചെലുത്തുന്നതായും പറയപ്പെടുന്നുണ്ട്. നഗരസഭാ ഭരണസമിതി ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ അങ്കമാലിയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് വരുന്നതിന് ഇനിയും കാത്തിരിക്കേണ്ടി വന്നേക്കാം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.